CPM-ന്റെ MV ഗോവിന്ദന്റെ ഏറ്റവും വലിയ തമാശ പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ രാജിവെക്കുക. എന്തിനാണ് ഈ മുറവിളി? എന്തിനാണ് ഇങ്ങനെ മുറവിളി കൂട്ടി CPM-ഉം DYFI-യും ഒക്കെ ഇരുട്ടത്ത് സമരം ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. നാണമുണ്ടോ CPM-കാരാ MV ഗോവിന്ദനും ഒക്കെ നാണമുണ്ടോ? എന്നിട്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പറയുന്നത്? മന്ത്രിസ്ഥാനം പോയാലും MLA സ്ഥാനം രാജിവെക്കുന്ന പതിവും കീഴ്വഴക്കവും ഉണ്ടോ? ജനപ്രാതിനിധ്യ നിയമത്തിൽ കുറ്റാരോപിതനായതിന്റെ പേരിൽ MLA സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാണ് രാഹുലിന്റെ രാജിക്കായിട്ട് CPM-ന്റെ ഈ മുറവിളി? സത്യത്തിൽ സ്വർണക്കൊള്ളയിൽ കുടുങ്ങി നിന്ന CPM രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡനാരോപണം ഒരു വലിയ ആയുധമാക്കുകയല്ലേ? രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം CPM-ഉം BJP-യും പലവട്ടം സമരങ്ങൾ നടത്താൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായമാണ് നിലനിൽക്കുന്നത്. നിയമത്തിന്റെ വഴി അന്വേഷണം നടക്കട്ടെ എന്ന രീതിയിലുള്ള പതിവ് പല്ലവിക്കിടെ അടൂർ പ്രകാശ് മാത്രമാണ് ശക്തമായിട്ടുള്ള രാഷ്ട്രീയവാദം ഉയർത്തി ഇതിനെ ചെറുത്തു നിൽക്കുന്നത്. അതേസമയം BNS 64, 89, 115, 351 വകുപ്പുകളും IT നിയമത്തിലെ 66C അടക്കമുള്ള വകുപ്പുമാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. BNS 64 പ്രകാരം ബലാത്സംഗത്തിന് കുറഞ്ഞത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാം. വാറന്റ് കൂടാതെ പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യാം. സ്ത്രീയുടെ അനുമതിയില്ലാതെ നിർബന്ധിത ഗർഭചിത്രം നടത്തുന്നതിനെതിരെയുള്ളതാണ് BNS 89 വകുപ്പ്. ഇതിനും 10 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് തടവ് ശിക്ഷ. എന്നാൽ ആരോപണം നേരിടുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രാഹുലിനെ കൂടാതെ 3 സിറ്റിംഗ് MLA-മാരും പീഡന ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ 4 MLA-മാരാണ് ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്നവരുടെ കൂട്ടത്തിലുള്ളത്. അതിൽ 3 കോൺഗ്രസ് MLA-മാരാണ് എന്നുള്ളത് വസ്തുതയാണ്. ഒന്ന് M. ബെൻസിന്റ് ആണ്, മറ്റൊന്ന് എൽദോസ് കുന്നപ്പള്ളിയാണ്, ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടം. ഇവരാണ് പീഡന ആരോപണത്തിൽ കുടുങ്ങിയ MLA-മാരാണെങ്കിൽ CPIM-ൽ M. മുകേഷാണ് കേസിൽ കുടുങ്ങിയിരിക്കുന്നത്. CPIM-ന്റെ M. മുകേഷിനെതിരെ 2 കേസുകളിൽ കുറ്റപത്രമുള്ളപ്പോൾ കോൺഗ്രസ് MLA-മാരായിട്ടുള്ള M. വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും ബലാത്സംഗ കേസുകളിൽ വിചാരണ നേരിടുകയാണ്. ഇവിടെ ഇതൊക്കെ സിറ്റിംഗ് MLA-മാരല്ലേ? സിറ്റിംഗ് MLA-മാർക്കെതിരായിട്ടുള്ള കേസുകളാണ് ഞാൻ പറയുന്നത്. കോവളം MLA ആയിട്ടുള്ള കോൺഗ്രസ് നേതാവുള്ള M. വിൻസെന്റിനെതിരായിട്ടുള്ള ബലാത്സംഗ കേസിൽ കുറ്റപത്രം ഇപ്പോഴും കോടതിയിലുണ്ട്. അയൽവാസിയായിട്ടുള്ള 51-കാരി വിൻസെന്റിനെതിരെ ബലാത്സംഗ കേസ് നൽകുന്നത് 2017 ജൂലൈയിലാണ്. അന്ന് അറസ്റ്റിലായ വിൻസെന്റ് പിന്നീട് ജാമ്യത്തിലിറങ്ങി. കേസിൽ ആ വർഷം അവസാനം തന്നെ നെയ്യാറ്റിങ്കര കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇനി കൊല്ലം MLA-യും CPM നേതാവും ചലച്ചിത്ര താരവുമായിട്ടുള്ള M. മുകേഷിനെതിരെ എത്ര ലൈംഗിക പീഡന കേസുകൾ? 2 ലൈംഗിക പീഡന കേസുകൾ, കുറ്റപത്രം വരെ കോടതികളിലുണ്ട്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത പീഡന കേസുകൾ ഈ വർഷമാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. മുകേഷ് ചലച്ചിത്ര താരമായിരിക്കുമ്പോൾ ചലച്ചിത്ര മേഖലയിലെ ചില സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള ആരോപണം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി പെരുമ്പാവൂരിലെ MLA-യും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി, ആ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ബലാത്സംഗ കേസിൽ കുറ്റപത്രം നിലവിലുണ്ട്. 2022 എൽദോസ് പലതവണ പീഡിപ്പിച്ചുവെന്നും വധിക്കാൻ ശ്രമിച്ചുവെന്നും കാട്ടിയിട്ട് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അധ്യാപിക നൽകിയ കേസിലാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം നിൽക്കുന്നത്. പക്ഷേ ഈ കുറ്റപത്രങ്ങളൊക്കെ നിൽക്കുമ്പോഴും എല്ലാവരും ഒറ്റക്കെട്ടാവുന്ന ഒരൊറ്റ കാര്യത്തിലാണ്, രാജി വേണ്ട എന്നുള്ള കാര്യത്തിൽ. മുമ്പും പല ജനപ്രതിനിധികളും ഇത്തരത്തിൽ പീഡന കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. അന്നൊന്നും അവരാരും MLA സ്ഥാനം രാജിവെച്ച കീഴ്വഴക്കമോ പാരമ്പര്യമോ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. ധാർമ്മികതയുടെ പേരിൽ ശക്തമായിട്ടുള്ള രാജി ആവശ്യം വരുമ്പോഴും ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകളാണ് രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ സഹായകമാകുന്നത്. ക്രിമിനൽ കേസുകളിൽ കുറ്റാരോപിതരാകുന്നവർ സ്ഥാനമൊഴിയേണ്ടതില്ലെന്ന പൊതുധാരണയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടാണ്. അതുപോലെ തന്നെ ജനാധിപത്യ നിയമം അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം, ആ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു MPയെയോ ഒരു MLA-യെയോ ക്രിമിനൽ കേസിൽ 2 വർഷമോ അതിലധികമോ തടവിന് ശിക്ഷിച്ചാൽ മാത്രമേ അവരുടെ സ്ഥാനം നഷ്ടമാവുകയുള്ളൂ. എന്നാൽ കേവലം കുറ്റാരോപിതനായി എന്നതിന്റെ പേരിൽ മാത്രം MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെക്കണമെന്ന് നിയമത്തിൽ ഒരിടത്തും തന്നെ പറയുന്നുമില്ല. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ നിയമസഭയിൽ ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആരോപണങ്ങളെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും MLA സ്ഥാനത്ത് തുടർന്ന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. 1996, 2001 കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർ മുതിർന്ന IAS ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തായി. എന്നാൽ അദ്ദേഹം MLA സ്ഥാനത്ത് തുടർന്നില്ലേ?
അതുപോലെ ഐസ്ക്രീം പാർലർ കേസിൽ ആരോപണം വരുന്ന മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം രാജിവെച്ചു, പക്ഷെ MLA ആയി തുടർന്നില്ലേ? അതുപോലെ വിമാനയാത്രയ്ക്കിടെ സഹയാത്രികയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ 2006 PJ ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെച്ചില്ലേ? പിന്നെ എന്താ സംഭവിച്ചെങ്കിലും MLA സ്ഥാനം നിലനിർത്തി പോകുന്നില്ലേ അദ്ദേഹം? അതുപോലെ ഗാർഹിക പീഡന പരാതിയുടെ പേരിൽ KB ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചുവെങ്കിലും MLA ആയി തുടർന്നില്ലേ? മുൻ മന്ത്രിയും MLAയുമായിരുന്ന ജോസ് തെറ്റേലിനെതിരെ പീഡന പരാതി ഉയരുകയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തുവെങ്കിലും അദ്ദേഹവും MLA സ്ഥാനം രാജിവെച്ചു? ഇല്ല. ഇവരാരും ഇത്തരത്തിൽ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അതാണ് കീഴ്വഴക്കം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഗതാഗത മന്ത്രിയായിരുന്ന AK ശശീന്ദ്രൻ ലൈംഗിക ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുവെങ്കിലും MLA സ്ഥാനം രാജിവെച്ചു? ഇല്ലല്ലോ. ഇതേ കാലയളവിൽ ഷൊർണൂർ MLAയും CPM നേതാവുമായിരുന്ന PK ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ പീഡന പരാതി ഉയർന്നപ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷൻ അദ്ദേഹത്തെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്? മാത്രമല്ല അദ്ദേഹം MLA സ്ഥാനത്ത് വീണ്ടും തുടരുകയല്ലേ ചെയ്തത്? പീഡന കേസുകളിൽ പ്രതികളായി ജയിലിൽ കഴിഞ്ഞ MLAമാർ പോലും സ്ഥാനം രാജിവെച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. 2017 വിഴിഞ്ഞം MLA ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് വിൻസെന്റ് പീഡന കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നു. 2022 പെരുമ്പാവൂർ MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി പീഡനക്കേസിൽ പ്രതിയായിട്ടും MLA സ്ഥാനത്ത് തുടരുന്നുണ്ട്. നിയമപരമായി ശിക്ഷിക്കപ്പെടാത്ത കാലത്തോളം സ്ഥാനങ്ങൾ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉറച്ചു നിൽക്കുന്നതിനാൽ ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെടുന്നവർക്ക് അവരുടെ ജനപ്രാതിനിധ്യം അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള പദവി അത് തൽക്കാലം സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അടക്കം വിലയിരുത്തൽ എന്നുള്ളത്. പീഡന കേസുകൾ കൂടാതെ തന്നെ മറ്റു ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട അറസ്റ്റിലായ MLAമാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവില്ലേ? നമുക്കറിയാം MB രാജഗോപാലൻ നായർ CPMന്റെ 1980 കാലഘട്ടങ്ങളിൽ അറസ്റ്റ് ചെയ്തു. എന്താ കാര്യം? RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളാണ്. ശോഭന ജോർജ് കോൺഗ്രസ് നേതാവ് 2002 അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്തായി? ടൂറിസം മന്ത്രിയായിരുന്ന KV തോമസിന് ഹവാല റാക്കറ്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് കാട്ടുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യാജമായിട്ട് നിർമ്മിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് 2002. പിന്നരാ TV രാജേഷ് 2012 CPMകാരനാണ്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ വീണ്ടും ഇവിടെ MLA ആയി നിന്നില്ലേ? PK ഇബ്രാഹിം കുഞ്ഞ് നമുക്കറിയാം 2020 മുസ്ലിം ലീഗിന്റെ കാലഘട്ടത്തിലാണ്, മുസ്ലിം ലീഗ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ 2020 അറസ്റ്റ് ചെയ്യുന്നു. പാലാരിവട്ടം പാല നിർമ്മാണത്തിലെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വിജിലൻസിന്റെ അന്നത്തെ അറസ്റ്റ്. ഇനി MC കമറുദ്ദീൻ നോക്കിയേ, മുസ്ലിം ലീഗിന്റെ നേതാവ് 2020 ജ്വല്ലറി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 100ലധികം പേരെ പറ്റിച്ച കേസിൽ അറസ്റ്റ് ചെയ്തില്ലേ? അതുപോലെ തന്നെ 2024 കോൺഗ്രസ് നേതാവായിട്ടുള്ള മാത്യു കുഴൽനാടൻ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച വയോധികയുടെ മൃതദേഹമായിട്ട് പ്രതിഷേധത്തിന് തുടർന്ന് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. എന്നിട്ട് അവരുടെ MLA സ്ഥാനം മാറ്റിവെച്ചോ? തെറിച്ചുപോയോ? ഇനി മന്ത്രിസ്ഥാനം തെറിച്ചവർ, MLA സ്ഥാനത്ത് തുടരുന്നവർ, പല നേതാക്കൾക്കും ആരോപണങ്ങൾ തുടർന്ന് ചിലപ്പോൾ മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടമായിട്ടുണ്ട്. MLA സ്ഥാനത്ത് തുടരുന്ന കീഴ്വഴക്കവും കേരളത്തിലുണ്ട്. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട PT ചാക്കോ കോൺഗ്രസ് നേതാവായിരുന്നു പഴയ, AK ശശീന്ദ്രൻ, നീലലോഹിതദാസ് നാടാർ, PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, KB ഗണേഷ് കുമാർ ഇവരൊന്നും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. കൂടാതെ പാർട്ടിക്കുള്ളിൽ പീഡന പരാതി ഉയർന്ന CPM നേതാവായിട്ടുള്ള PK ശശിയും അതേ MLA സ്ഥാനത്ത് തുടരുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കറിയാം ഇതിനകത്ത് പലതരത്തിലുള്ള പീഡകന്മാർ നിരനിരയായി ഉള്ളപ്പോൾ CPMനകത്ത് ആലോചിച്ച് നോക്കൂ. CPMനകത്ത് ഇതുപോലത്തെ നിരവധി പീഡകന്മാരില്ലേ, നിരനിരയായിട്ട് നിൽക്കുകയല്ലേ? അവരാരും രാജിവെക്കാത്ത ആ പദവിയിൽ തുടർന്ന് ജീവിതം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കാര്യം മനസ്സിലാക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഇവിടെ വ്യത്യസ്തനാകുന്നത് എന്തുകൊണ്ടാണ് രാഹുലിന്റെ മാത്രം രാജിക്കാട്ട് ഇങ്ങനെ മുറവിളി കൂട്ടുന്നത് DYFM CPMകാരനും? രാഹുലിന്റെ രാജിക്കാട്ടുള്ള CPMന്റെ മുറവിളി ചീറ്റിപ്പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കേട്ടോ. ഈ പറയാൻ ഉളുപ്പില്ലാത്ത MB ഗോവിന്ദനും അത് ഏറ്റുപിടിച്ച് സമരം ചെയ്യാൻ നടക്കുന്ന DYFIക്കും ഈ പറഞ്ഞ CPMനൊക്കെ ഉളുപ്പ് വേണം. ഉളുപ്പ് നിങ്ങൾക്ക് ഉളുപ്പില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പറയുന്ന പീഡകന്മാരെല്ലാം MLAമാരായിട്ടും മന്ത്രിമാരുമായിട്ടൊക്കെ തുടരുമ്പോഴും അവർക്കെതിരെ ഒന്ന് സമരം ചെയ്യുവാനോ ഒരു ശബ്ദം അനക്കുവാനോ ഈ DYFIക്ക് കഴിയുമോ? ഈ യുവജന പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ രാഹുലിന്റെ രാജി മാത്രമല്ല, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യണം, ഇല്ലാതാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ, ഹിഡൻ അജണ്ടകൾ CPMനുള്ളിലുണ്ട്. CPM വല്ലാതെ ഭയപ്പെടുന്നു രാഹുലിനെ. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ രാഹുലിനെ പോലുള്ള നേതാക്കളെ, കുറച്ച് പുതിയ ചുണക്കുട്ടന്മാരായിട്ടുള്ള നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട്. പക്ഷെ അവരെയൊക്കെ തമ്മിലടിച്ച് പിരിയിപ്പിക്കുക എന്നുള്ളതാണ് CPMന്റെ നയം.
അതിനകത്ത് അവർ കൊണ്ടുവരുന്ന രീതിയാണ് ഈ ലൈംഗിക ആരോപണങ്ങൾ. സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പറയുന്ന സ്ത്രീകളടക്കം ആ നേതാവിനെ വെറുക്കുക എന്ന് പറയപ്പെടുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഇവരുടെ രാഷ്ട്രീയ കരിയർ ഇല്ലാതാക്കുവാനുള്ള ശ്രമം തന്നെയാണ് CPM ഇപ്പോൾ നടത്തുന്നത്.